ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ 4th മൊഡ്യൂളായിട്ടുള്ള 3rd പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്താണ് ബിസിനസ് മീറ്റിംഗ്? ബിസിനസ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ടീം, ഒരു കൂട്ടം ടീമുകളോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള ഹയർ പൊസിഷനിലുള്ള മാനേജേഴ്സ്, അതുപോലെ അസിസ്റ്റന്റ്, ഇവരൊക്കെ ഉണ്ടാവുമല്ലോ, ഇവരൊക്കെ ചേർന്ന് കണ്ട് ആ ഒരു കമ്പനിയിലോട്ട് വേണ്ടിയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്പനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഐഡിയാസ് എടുക്കാനും ചർച്ചകൾ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തുചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് മീറ്റിംഗ് എന്തിനാണ് നമ്മളിവിടെ നടത്തുന്നത്? ഒന്നാമത് കൊളാബറേഷൻ, അതായത് ഒരു ഒത്തുകൂടൽ, ഒരു കൂട്ടായ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ്സിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ അഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് പ്രാബല്യമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൊളാബറേഷൻ, ഒരു ഒത്തുകൂടൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അലൈൻമെൻറ്റ്. ഇത് പറയുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സെയിം ആണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. മേ ബി ഇപ്പം പല വ്യക്തികൾക്കും പല പല അഭിപ്രായങ്ങളേക്കാരം. അപ്പം ഇങ്ങനെ ഒരു ബിസിനസ് മീറ്റിംഗ് വെക്കുന്ന വഴി ഓരോ വ്യക്തികളുടെയും അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഒന്നിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമുക്ക് ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനാണ് ബിസിനസ് മീറ്റിംഗ് ഇവിടെ പ്രാബല്യമാക്കുന്നത്. പിന്നെ പറയുന്നത് പ്രൊഡക്ടിവിറ്റി, അതായത് നമ്മുടെ കമ്പനിയിലുള്ള വ്യക്തികളെ, ഹയർ പൊസിഷനിലുള്ള വ്യക്തികളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറവാണെങ്കിലും അല്ലെങ്കിൽ കൂടുതലാണെങ്കിലും നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനും ഒക്കത്തിന് വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് മീറ്റിംഗ് അവിടെ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു എൻഷുവർ എ പ്രൊഡക്റ്റീവ് മീറ്റിംഗ്. അതായത് ഒരു മീറ്റിംഗ് നല്ല രീതിയിലൂടെ നടന്നു പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഫേസ്. ഒരു മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ ഫസ്റ്റ് വൺ ഡിഫൈൻ ദ പേർപ്പസ്. അതായത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായിരിക്കണം, എന്നാൽ മാത്രമേ മുമ്പോട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. 2, സെറ്റ് ദ അജണ്ട. അതായത് നമുക്ക് മീറ്റിംഗ് ആണ് വെക്കേണ്ടത്. അപ്പോൾ മീറ്റിംഗ് വെക്കുമ്പോൾ അതിലോട്ട് എന്തൊക്കെ കണ്ടന്റുകൾ വേണം നമ്മൾ ചർച്ച ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഒരു അജണ്ട ആയിക്കാണ്ട് എഴുതി വെക്കണം. എന്തൊക്കെ ആ ഒരു മീറ്റിങ്ങിൽ ചർച്ച ചെയ്യണം എന്നുള്ള കാര്യം ഒരു അജണ്ട ആയിട്ട് റെഡിയാക്കി വെക്കണം. നെക്സ്റ്റ്, ഇൻവൈറ്റ് പാർട്ടിസിപ്പൻസ്. അതായത് ആ ഒരു മീറ്റിങ്ങിലോട്ട് പാർട്ടിസിപ്പൻറ്റ് ചെയ്യേണ്ട വ്യക്തികളെ, അതിൽക്ക് അർഹതപ്പെട്ട വ്യക്തികൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരെ അറിയിച്ചിരിക്കണം. ഇന്ന ദിവസമാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി അറിയിച്ചിരിക്കണം. ദെൻ ചൂസ് ദ പ്ലാറ്റ്ഫോം. അതായത് മീറ്റിംഗ് നടക്കുന്നത് ഒന്നെങ്കിൽ ഓൺലൈൻ വഴിയാണെന്നുണ്ടെങ്കിൽ സൂം, ഗൂഗിൾ മീറ്റ് എന്നിങ്ങനത്തെ ഓരോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കണം. മറിച്ച് ഓഫ്ലൈൻ രീതിയിലോട്ടാണ് മീറ്റിംഗ് എന്നുണ്ടെങ്കിൽ ഒരു റൂം ഓൾറെഡി ബുക്ക് ചെയ്ത് അവിടെ എല്ലാം സെറ്റപ്പ് ചെയ്യണം. നെക്സ്റ്റ്, പ്രിപ്പയർ മെറ്റീരിയൽസ്. അതായത് ആ ഒരു ബിസിനസ് മീറ്റിങ്ങിലോട്ട് പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന് അവരെ അറിയിക്കണം എന്ത് കണ്ടന്റാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ഓൾറെഡി ആ ഒരു കണ്ടന്റിനെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഈ ഒരു പാർട്ടിസിപ്പൻസിന് അവർ എത്തിച്ചു കൊടുക്കണം. നെക്സ്റ്റ്, അസൈൻ റോൾസ്. ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ഓരോരോ റോൾ ഉണ്ടാകും. അതായത് ആ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടു പോകുന്ന വ്യക്തി ആ ഒരു റോള് ഒരു വ്യക്തിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ ചർച്ച ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ മിനിറ്റ്സ്, അതായത് എഴുതിയെടുക്കുന്ന വ്യക്തി അങ്ങനെ ഒരു റോള് മറ്റൊരു വ്യക്തിക്ക്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോള് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ മീറ്റിംഗ്. അതായത് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ല രീതിയിലോട്ട് ചെയ്തു പോകണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് ഓൺ ടൈം. മീറ്റിംഗ് പറഞ്ഞ സമയത്ത് തന്നെ ആ ഒരു ഓൺ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്, എൻകറേജ് പാർട്ടിസിപ്പേഷൻ. അതായത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ എൻകറേജ് ചെയ്യണം. അതായത് എല്ലാവർക്കും അവിടെ ഒരു അവസരം കൊടുക്കണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റിക്ക് ടു ദ ടൈം ഫ്രെയിം. നമ്മൾ അജണ്ടയിൽ ഓരോ കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടാകും. ആ ഓരോ കണ്ടന്റിനും ഇത്ര ടൈം എന്നുള്ള രീതിയിലോട്ട് അജണ്ട കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന കാര്യം ആ ഒരു അജണ്ട ബേസ് ചെയ്ത് കണ്ട് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ പറയുന്ന കണ്ടന്റ് പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കണം.
നെക്സ്റ്റ്, ഹാൻഡിൽ കോൺഫ്ലിക്റ്റ് കൺസ്ട്രക്റ്റീവ്ലി. അതായത് നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മൾ കൂടുതൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി നമ്മൾ സമയം കളയരുത്. പെട്ടെന്ന് ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നോക്കേണ്ടത്. നെക്സ്റ്റ്, സമ്മറൈസ് കീ പോയിന്റ്സ്. അങ്ങനെ ഓരോ വ്യക്തികളും പറഞ്ഞിട്ടുള്ള പോയിന്റ്സ്, അതായത് ഓരോ കണ്ടന്റുകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഒരു കണ്ടന്റ് ഒരു വ്യക്തി ഇപ്പോൾ ഒരു കണ്ടന്റ് പറഞ്ഞു, ആ ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞ ആ ഒരു കാര്യത്തെ ചുരുക്കിയിട്ടൊന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു 2 ലൈൻസിലാക്കായിട്ട് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ്, ആക്ഷൻ ഐറ്റംസ്. അതായത് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ റോൾസ് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ മിനിറ്റ്സ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഓരോ കണ്ടന്റ് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ ഓരോ റോൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു റോളൊക്കെ എപ്പോൾ സബ്മിറ്റ് ചെയ്യാനുള്ളത് അവർ ഓൾറെഡി ഒക്കെ റെഡി ആക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇതാണ് എന്തൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ്, ആഫ്റ്റർ ദ മീറ്റിംഗ്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ്, ഡോക്യുമെൻ്റ് മിനിറ്റ്. അതായത് ആ ഒരു മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും മിനിറ്റ്സ് ആയിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കണം. ദെൻ ഡിസ്ട്രിബ്യൂട്ട് മിനിറ്റ്സ്. അങ്ങനെ ആ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിനിറ്റ് ആ ഒരു മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ദെൻ ഫോളോ അപ്പ്. അങ്ങനെ മീറ്റിങ്ങിൽ ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാകും, പുതിയ നിയമങ്ങളും മേ ബി പുതിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടാക്കും, അല്ലെങ്കിൽ പുതിയ ജോലികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിന് ശേഷം ഇതൊക്കെ വ്യക്തികൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിസിനസ് മീറ്റിംഗ് നല്ല രീതിയിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. നെക്സ്റ്റ് ടോപ്പിക്ക്, മീറ്റിംഗ് അജണ്ട. അതായത് ഒരു അജണ്ട പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം. ഫസ്റ്റ്, മീറ്റിംഗ് ടൈറ്റിൽ. ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അജണ്ട പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ എന്തിൻ്റെ മീറ്റിംഗ് ആണ്, ആ ഒരു മീറ്റിംഗിന് ഒരു ടൈറ്റിൽ കൊടുക്കണം, ഒരു ഹെഡിങ് കൊടുക്കണം. ദെൻ നെക്സ്റ്റ്, ഡേറ്റ്. അതായത് ഈ ഒരു മീറ്റിംഗ് എന്നാണ്, ഈ ഒരു അജണ്ട നമ്മൾ പ്രിപ്പയർ ചെയ്യണത് എന്നാണ് എന്നുള്ളത്, ഈ മീറ്റിംഗ് എന്നൊക്കെ കാണാനുള്ളൊരു ഡേറ്റ് കൊടുക്കണം. ടൈം, അതായത് ഈ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴാണ്, അതുപോലെ തന്നെ ഈ ഒരു മീറ്റിംഗ് എൻഡിങ് ചെയ്യണതും എപ്പോഴാണെന്നുള്ളൊരു ആ ഒരു ടൈം ഇവിടെ കൊടുക്കണം. നെക്സ്റ്റ്, ലൊക്കേഷൻ ഓർ പ്ലാറ്റ്ഫോം. ഈ ഒരു അജണ്ടയിൽ എന്താണ്, ആ ഒരു മീറ്റിംഗ് എവിടെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്, പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ലൊക്കേഷൻ. ഓഫ്ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഈ ഒരു പ്ലേസിലാണെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ കൊടുക്കണം. ഇനി പ്ലാറ്റ്ഫോം ലൈക്ക് ഓൺലൈൻ വഴിയാണെന്നുണ്ടെങ്കിൽ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അവിടെ കൊടുക്കണം. ദെൻ ഓർഗനൈസർ. ഈ ഒരു മീറ്റിംഗ് ആരാണ് കണ്ടക്ട് ചെയ്യണത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കണ്ടക്ട് ചെയ്യണത് എന്നുള്ളത് അവിടെ കൊടുക്കണം. അപ്പോൾ ഒരു ഓർഗനൈസർ എന്ന് പറയുമ്പോൾ മേ ബി അതൊരു മാനേജർ ആകാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കേസ് ആണെങ്കിൽ ഒരു HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ്സും അങ്ങനെ ആവാം ഓർഗനൈസേഴ്സ്. നെക്സ്റ്റ് വേണ്ടത് പാർട്ടിസിപ്പൻസ്. അതായത് ഈ ഒരു അജണ്ടയിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഇതിലുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് എന്തൊരു മീറ്റിംഗ് അജണ്ട എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു അജണ്ടയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ അത് എങ്ങനെയായിരിക്കണം. ഫസ്റ്റ്, വെൽക്കം ആൻഡ് ഓപ്പണിംഗ് റിമാർക്സ്. അതായത് അവിടെ ഒരു പ്രസൻറ്റർ ഉണ്ടാക്കും. അതായത് ആ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പാർട്ടിസിപ്പൻസിനെ വെൽക്കം ചെയ്യാനും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു കണ്ടന്റ്, അവിടുത്തെ വിഷയം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അവിടെ ഒരു പ്രസൻറ്റർ ഉണ്ടാകും. ആ പറയുന്ന ആളാണ് അവിടെ പ്രസൻറ്റർ എന്ന് പറയുന്നത്. ഏകദേശം 5 മിനിറ്റ് മാത്രമേ ഈ ഒരു സെക്ഷന് സമയം കിട്ടുള്ളൂ. രണ്ടാമത്തത്, റിവ്യൂ ഓഫ് പ്രീവിയസ് മീറ്റിംഗ് മിനിറ്റ്സ്. അതായത് നമ്മുടെ മുൻപ് കഴിഞ്ഞിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, ആ ഒരു മീറ്റിങ്ങിൽ എടുത്ത തീരുമാനങ്ങൾ അതിൻ്റെ മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ദെൻ ഡിസ്കഷൻ ടോപ്പിക്സ്. നമുക്ക് എത്ര ടോപ്പിക്ക് വേണമെങ്കിലും ഇവിടെ ഡിസ്കഷൻ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ആളാണ് പ്രസൻറ്റർ എന്ന് പറയുന്നത്. ഏകദേശം 15 മിനിറ്റോളം അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റും. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ അവിടെ ബന്ധപ്പെട്ട ആളുകൾ, അതായത് അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ആളുകളാണ് രണ്ടാമത്തെ ടോപ്പിക്കിൽ വരുന്നത്. അവരാണ് ഇവിടെ പ്രസൻറ്റേഴ്സ്, അതായത് അവരാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് പറയാൻ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം 10 മിനിറ്റോളം സമയം കിട്ടും. ദ നെക്സ്റ്റ്, ആക്ഷൻ ഐറ്റംസ് ആൻഡ് ഡിസിഷൻസ്. മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിസ്കഷൻ ചെയ്യാം. ദെൻ ഡിസിഷൻസ് ഒക്കെ മേക്ക് ചെയ്തെടുക്കാം. ദെൻ നെക്സ്റ്റ്, Q&A ഓർ ഓപ്പൺ ഡിസ്കഷൻ. അതായത് അങ്ങനെ ഇത്തരം മീറ്റിംഗ്സ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് കേട്ട് നിന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് Q&A സെക്ഷൻ വെക്കും. ഏകദേശം 10 മിനിറ്റ് ആണ് ആ ഒരു Q&A സെക്ഷന് ടൈം കൊടുക്കുന്നത്. നെക്സ്റ്റ്, ക്ലോസിംഗ് റിമാർക്സ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്സ്. അങ്ങനെ ഈ ഒരു മീറ്റിംഗ് അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അതായത് മിനിറ്റ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടും
അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടന്റുകളിലെയും അവസാനം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ വീണ്ടും പറയുകയും അതുപോലെ തന്നെ നെക്സ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് എന്നുള്ള ഒരു ഡിസ്കഷൻ മേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് എൻ്റെ അജണ്ട മേക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മീറ്റിംഗ് മിനിറ്റ്സ്. അതായത് മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു മീറ്റിങ്ങിൽ നടന്നിട്ടുള്ള അതിൽ ചർച്ച ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ എഴുതിയെടുക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് എന്ത് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് എങ്ങനെയൊക്കെയാണ് റെഡിയാക്കാം, ഒരു മിനിറ്റിൽ എന്തൊക്കെ വേണം, അതായത് മീറ്റിംഗ് ടൈറ്റിൽ എന്തിൻ്റെ ബേസിലാണോ മീറ്റിംഗ് ഉണ്ടായിരുന്നത് അതിൻ്റെ ആ ഒരു മീറ്റിങ്ങിൻ്റെ ടൈറ്റിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ഡേറ്റ് എന്നാണോ ഈ ഒരു മീറ്റിംഗ് നടന്നത് ആ ഒരു ഡേറ്റും ടൈമും, അതായത് എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഈ ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ അവിടെ റെക്കോർഡ് ആക്കണം. പിന്നെ ലൊക്കേഷൻ ഓർ പ്ലാറ്റ്ഫോം, അതായത് ഓഫ്ലൈൻ വഴിയാണോ അല്ലെങ്കിൽ ഓൺലൈൻ രൂപേണയാണോ ഈ ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത് എന്നുള്ളതും, ഓൺലൈൻ ആണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമാണ്, ഓഫ്ലൈൻ ആണെങ്കിൽ എവിടെ വെച്ചിട്ടാണ് മീറ്റിംഗ് നടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ അറ്റൻഡീവ്സ്, അതായത് ആ ഒരു മീറ്റിങ്ങിൽ ഏതൊക്കെ വ്യക്തികളാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അവരുടെ പേരുകൾ എഴുതണം. ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേരും അവിടെ എഴുതി വെക്കണം, ആ ഒരു മിനിറ്റിൽ റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ്, ഈ ഒരു മിനിറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതായത് മിനിറ്റ്സിൽ ഉണ്ടാകുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് കോൾ ടു ഓർഡർ, അതായത് എപ്പോഴാണ് ഈ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്നും ആ ഒരു മീറ്റിംഗ് ആരാണ് സ്റ്റാർട്ട് ആക്കിയത് എന്നുള്ളതൊക്കെ അവിടെ റെക്കോർഡ് എഴുതി വെക്കണം. നെക്സ്റ്റ്, അപ്രൂവൽ ഓഫ് പ്രീവിയസ് മിനിറ്റ്സ്, അതായത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള അജണ്ടകൾ മിനിറ്റ്സ് ഈ ഒരു മീറ്റിങ്ങിൽ അവർ ചർച്ച ചെയ്തിട്ടുണ്ടോ നോക്കുക. അതുപോലെ തന്നെ അങ്ങനെ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു മിനിറ്റ്സ് ആരാണ് ചർച്ച ചെയ്തത് എന്നുള്ളത് അവരുടെ പേരോട് എഴുതി വെക്കണം. നെക്സ്റ്റ്, അജണ്ട ഐറ്റംസ് ഡിസ്കസ്ഡ്, അതായത് നമ്മൾ അജണ്ടയിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ വിഷയങ്ങളും ഇവിടെ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് ചർച്ച ചെയ്യണം. അപ്പോൾ ടോപ്പിക് 1 ഇപ്പോൾ കുറേ വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിഷയം ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന ഡിസ്കഷൻ ആയിരിക്കും ഫസ്റ്റ്, അതായത് ആ ഒരു ചർച്ച എന്തിൻ്റെ ആ ഒരു കണ്ടന്റ് എന്തിൻ്റെ ബേസിലാണ് ചർച്ച ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ചർച്ചകൾ ചെയ്യുക. അതുപോലെ തന്നെ ഡിസിഷൻ മോഡ്, അതായത് ഈ റൂൾസ് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് പുതുതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരിക. പിന്നെ ആക്ഷൻ ഓറിയൻറ്റഡ്, അതായത് ഈ ജോലി ആർക്കൊക്കെ കൊടുക്കണം, ഏതൊക്കെ ജോലി കൊടുക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ ഡെഡ് ലൈൻ ഒക്കെ എന്നാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു അജണ്ട ഐറ്റംസ് ഡിസ്കസിൽ വരുന്നത്. നെക്സ്റ്റ്, അതർ ബിസിനസ്, അതുപോലെ തന്നെ മറ്റുള്ള വല്ല കാര്യങ്ങളും, അതായത് ഇനി വരുന്ന അടുത്ത ഒരു മീറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ജസ്റ്റ് ചർച്ച ചെയ്ത് വെക്കുക. ദെൻ മീറ്റിംഗ് അഡ്ജേൺമെൻറ്റ്, അതായത് ഈ ഒരു മീറ്റിംഗ് എപ്പോഴാണ് അവസാനിച്ചത്, 4 മണിക്കാണെന്നുണ്ടെങ്കിൽ 4 മണിക്ക്, ഇനി അടുത്ത ഈ ഒരു മീറ്റിംഗ് എപ്പോഴായിരിക്കും എന്നും കൂടി ഈ ഒരു മിനിറ്റിൽ എഴുതി വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് എന്തൊരു മിനിറ്റ് ഉണ്ടാവുന്നത്, മിനിറ്റിൻ്റെ ഒരു ഫോർമാറ്റ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബിസിനസ് എഗ്രിമെൻറ്റ്. അപ്പോൾ ബിസിനസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 2ൽ കൂടുതൽ വ്യക്തികൾ അല്ലെങ്കിൽ ഇപ്പോൾ പല പല കമ്പനികൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വെക്കുക. ഇപ്പോൾ പല ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ബേസിലായിരിക്കും ഇവരെന്ത് ചെയ്യുക, ഈ ഒന്നുകിൽ 2ൽ കൂടുതൽ വ്യക്തികൾ തമ്മിൽ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ 2ൽ കൂടുതൽ കമ്പനികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുക. അപ്പോൾ ഇങ്ങനെ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് 2 വ്യക്തികൾക്കും എന്തെങ്കിലും പ്രോഫിറ്റ് ഇല്ലാതെ അവരൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും അഗ്രിമെൻറ്റ് ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല, അത് വെറുതെ ആരും അങ്ങനെ ചെയ്യൂലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് 2 കൂട്ടരും ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ ഇരു കൂട്ടർക്കും ടേംസുകൾ ഉണ്ടാകും, കണ്ടീഷൻസ് ഉണ്ടാകും, ഓരോ കൂട്ടർക്കും അവർ ചെയ്ത് തീർക്കേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻ കേസ് ഇനി എന്തെങ്കിലും പ്രശ്നത്തിൽ അവർ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ 2 കൂട്ടരുകളും എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എഗ്രിമെൻറ്റിനെ മേക്ക് ചെയ്യുന്നത്. ഇപ്പം എന്തിൻ്റെയും സ്വത്തിൻ്റെ ബേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എഗ്രിമെൻറ്റുകളൊക്കെ മേക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ അതാണ് ബിസിനസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ബിസിനസ് അഗ്രിമെൻറ്റ്. അതിൽ ഫസ്റ്റ് 1 ആണ് പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ്. അതായത് ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയിൽ ഏർപ്പെടുന്ന സമയത്ത് ഇരുവർക്കും പല ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചെയ്ത് തീർക്കേണ്ടി വരും. അപ്പം അങ്ങനെ അവർ 2 പേരും എന്ത് ചെയ്യുക, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ലാഭവിഹിതം ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു അഗ്രിമെൻറ്റിനാണ് പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെൻറ്റ്.
അതായത് നമ്മൾ സീക്രട്ട് ആയിട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ എന്തെങ്കിലും രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടുന്ന അഗ്രിമെന്റാണ് എന്ത്, നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത് സർവീസ് അഗ്രിമെന്റ്, അതായത് എന്തെങ്കിലും സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിന് ഉള്ള ആ ഒരു അഗ്രിമെന്റ്, ഇങ്ങനെ സർവീസ് ചെയ്തെന്നാൽ ഇത്രത്തോളം ഫലമായിട്ട് ഇത്ര തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. നെക്സ്റ്റ് ലീസ് അഗ്രിമെന്റ്, അതായത് എന്തെങ്കിലും കെട്ടിടങ്ങളോ വാഹനങ്ങളോ എന്തെങ്കിലും നമ്മൾ കടമായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഗ്രിമെന്റ്, അതായത് ഇന്ന ഡേറ്റിൽ ഞാൻ കടമായി തരാമെന്നുണ്ടെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇത്ര രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഗ്രിമെന്റ്. നെക്സ്റ്റ് എംപ്ലോയ്മെന്റ് അഗ്രിമെന്റ്. എംപ്ലോയ്മെന്റ് അഗ്രിമെന്റ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു എംപ്ലോയിക്ക് ആ ഒരു കമ്പനിയിൽ ചെയ്തു തീർക്കാനുള്ള ജോലികളുടെയും അവരുടെ സാലറിയുടെയും ഈ ഒരു ജോലി ചെയ്തു തീർക്കണ അവസാന ഡെഡ് ലൈനും എന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാ അഗ്രിമെന്റുകളും. നെക്സ്റ്റ് സെയിൽ അഗ്രിമെന്റ്, അതായത് ഒരു പ്രൊഡക്റ്റ് വിൽക്കാനുള്ള അഗ്രിമെന്റുകൾ. നെക്സ്റ്റ് വെൻഡോർ അഗ്രിമെന്റ്, അതായത് ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ വിതരണം ചെയ്യണ ഒരു അഗ്രിമെന്റാണ് എന്തെന്ന് പറയുന്നത്, വെൻഡോർ അഗ്രിമെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഏത് ടൈപ്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് കീ എലമെന്റ്സ് ഓഫ് ബിസിനസ് അഗ്രിമെന്റ്, അതായത് ഒരു ബിസിനസ് അഗ്രിമെന്റിന്റെ കീ എലമെന്റ്സ്, പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, പാർട്ടീസ് ഇൻവോൾവഡ്, അതായത് ഒരു അഗ്രിമെന്റിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വ്യക്തികൾ ഇൻവോൾവഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ അത്തരം പാർട്ടീസുകളുടെ ഫുൾ പേര്, അവരുടെ അഡ്രസ്സ്, അവരുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്താൽ കിട്ടുന്ന എല്ലാ വിവരങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കണം. ദെൻ പർപ്പസ്, അവർ ഇങ്ങനൊരു എഗ്രിമെന്റ് എന്തിനാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അതിൻ്റെ ലക്ഷ്യം, അവിടെ ഉദ്ദേശം അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് ഓരോ പാർട്ടികൾക്കും ഓരോ ടേംസ് ഉണ്ടാവും, കണ്ടീഷൻസ് ഉണ്ടാവും. അതായത് ഇരു കൂട്ടരും ചെയ്യേണ്ടുന്ന കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓൾറെഡി അവിടെ റിട്ടേൺ ചെയ്തിട്ടുണ്ടാവണം. ദെൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണം എന്ന്, ഈ ഒരു പേയ്മെൻറ്റ് ഏത് രീതിയിലോട്ടാണ്, അതായത് ഓൺലൈൻ വഴിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ എന്നാണ് തരേണ്ടത്, എന്നാണ് ഇത് അവസാനമായിട്ട് അടയ്ക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തണം. ദെൻ ഡ്യൂറേഷൻ, അതായത് ഈ ഒരു എഗ്രിമെന്റ് എന്നാണ് തുടങ്ങണത്, ഇവർ എന്നാണ് ഈ ഒരു എഗ്രിമെന്റിൽ സ്റ്റാർട്ട് ചെയ്യണത്, അതുപോലെ തന്നെ എന്നാണ് ഈ ഒരു എഗ്രിമെന്റ് അവസാനിപ്പിക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി, അതായത് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സീക്രട്ട് രഹസ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതും ഈ ഒരു അഗ്രിമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ദെൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് അവർക്കിടയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കണം, അതിലെങ്ങനെ പെരുമാറണം എന്നുള്ളതും ആ ഒരു അഗ്രിമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ദെൻ ടെർമിനേഷൻ ക്ലോസ്, അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഒരു അഗ്രിമെന്റ് നമുക്ക് ടെർമിനേഷൻ ചെയ്യേണ്ടത്, അതായത് നിർത്തേണ്ടത് എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ടുണ്ടായിരിക്കണം. ദെൻ സിഗ്നേച്ചർ, അതായത് ഇവിടെയുള്ള എല്ലാ പങ്കാളികളും, ഈ ഒരു അഗ്രിമെന്റിൽ ഉൾപ്പെടുന്ന എല്ലാ പങ്കാളികളും അവരുടെ പേര് എഴുതിയിട്ട് ഒപ്പിടണം വിത്ത് ഡേറ്റ്. എന്നാണോ ഈ ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടുന്നത് അന്നത്തെ ഡേറ്റോട് കൂടിയിട്ട് അവർ ഒപ്പിടണം. നെക്സ്റ്റ് ലീഗൽ കംപ്ലൈൻറ്റ്സ്, അതായത് ഈ അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ഇവർ യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൽ സമ്മതം ചെലുത്തണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബിസിനസ് അഗ്രിമെന്റിന്റെ കീ എലമെന്റ്സ്. ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ്, അതായത് ബിസിനസ് അഗ്രിമെന്റ് തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറയണത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പർപ്പസ്, അതായത് ഇവിടെ രണ്ട് പാർട്ട്നേഴ്സും തമ്മിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം കരാർ മേക്ക് ചെയ്യണത് എന്നുള്ള ആ ഒരു ഉദ്ദേശം ഇവിടെ വ്യക്തമായിട്ടും കൊടുത്തിരിക്കണം. രണ്ടാമത് സ്കോപ്പ് ഓഫ് വർക്ക് ഓർ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഇരു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് വർക്കുകളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ വർക്കുകളാണ്, ആർക്കൊക്കെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്നുള്ളതൊക്കെ ഈ ഒരു അഗ്രിമെന്റിൽ രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ തേർഡ് എന്ന് പറയുന്നത് ടേം ഓഫ് അഗ്രിമെന്റ്, അതായത് ഈ ഒരു അഗ്രിമെന്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു അഗ്രിമെന്റ് എന്നാണ് അവസാനിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു ടേംസുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഓർ പേയ്മെന്റ് ടേംസ്, അതായത് ഇപ്പോൾ ഒരു
ഒരു കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ ഇടപെടുന്ന സമയത്ത് അവരൊരു പ്രൊഡക്റ്റ് വാങ്ങാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് എന്ന് കൊടുക്കണം, അതായത് എത്രത്തോളം എമൗണ്ടുകൾ കൊടുക്കണം, ഏത് ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇൻ കേസ് ഇനി നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിൽ അവിടെ ചോദിക്കാം, അതായത് ഈ ഒരു പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് മാത്രം പേയ്മെൻറ്റ് കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ ഇനി പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിയാത്ത വിധം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തൊരു ടൈമാണെന്നുണ്ടെങ്കിൽ അതിന് ഫൈന് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി ഇത് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ അവരുടെ ഈ ഒരു എഗ്രിമെൻറ്റ് മുഖാന്തരം എന്തെങ്കിലും രഹസ്യങ്ങൾ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എഗ്രിമെൻറ്റിൽ പുറത്ത് പറയാൻ പാടില്ല, ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് കൊണ്ടുപോകണം. ദെൻ നെക്സ്റ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് ഇങ്ങനൊരു എഗ്രിമെൻറ്റ് ചെയ്തു അപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഡിസൈനുകൾ, അവർക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി അവർ ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ഡിസൈനുകളോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ ഇവരുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം, അതായത് അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ് എന്നുള്ളത് അവർ ഓൾറെഡി ആ ഒരു എഗ്രിമെൻറ്റിൽ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ടെർമിനേഷൻ, അതായത് ഇപ്പം ഈ ഒരു എഗ്രിമെൻറ്റ് അവസാനിപ്പിക്കുക, അതായത് ഈ ഒരു എഗ്രിമെൻറ്റ് ഒഴിവാക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം, ഇങ്ങനൊരു എഗ്രിമെൻറ്റ് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ഉണ്ടെങ്കിൽ അയക്കണം. അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടികളുടെ ഇടയിൽ ആരെങ്കിലും ഒരു മോശ പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എന്ത് ചെയ്യാം, ടെർമിനേഷൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, അതായത് രണ്ട് പാർട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഫസ്റ്റ് അവർ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ നോക്കണം. ഇനി ഇൻ കേസ് അവർ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആരെങ്കിലും അവിടെ അവർക്കിടയിൽ വെച്ചിട്ട് വേണം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഗവേണിംഗ് ലോ, അതായത് അവർ ഈ ഒരു അഗ്രിമെൻറ്റിൽ ഏത് രാജ്യത്തെ അല്ലെങ്കിൽ ഏത് പ്ലേസത്തെ നിയമങ്ങളാണ് അവർ ഫോളോ ചെയ്യണത് എന്നുണ്ടെങ്കിൽ അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് അമെൻമെൻറ്റ്സ്, അവർക്ക് ആ ഒരു എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടികളും ഒപ്പിട്ടിട്ടുള്ള ആ ഒരു എഗ്രിമെൻ്റ് അവിടെ കൊണ്ടുപോകാൻ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അവിടെ അവർക്ക് ആ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. ദെൻ എൻറ്റയർ എഗ്രിമെൻറ്റ്, മേ ബി ആ ഒരു എഗ്രിമെൻറ്റിൽ കുറച്ച് ടേംസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാക്കും, പക്ഷേ എന്താണ് ഈ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ അവർ കുറച്ച് ടേംസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പം ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ഒരു എഗ്രിമെൻറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും അവിടെ വിലയിരുത്തൂല. എഗ്രിമെൻറ്റിൽ എന്തൊക്കെ ടേംസുകളും കണ്ടീഷൻസ് ആണുള്ളത് അത് മാത്രമേ അവിടെ വിലയിരുത്തുള്ളൂ, അല്ലാതെ എഗ്രിമെൻറ്റിന് പുറമെയുള്ള ഒന്നും അവിടെ വിലയിരുത്തൂല. ദെൻ നെക്സ്റ്റ് സിഗ്നേച്ചർ, അതായത് ഈ രണ്ട് പാർട്ടികളും എന്ത് ചെയ്യണം, ഒപ്പിടണം. ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഒപ്പിടണം എന്നിരുന്നാൽ മാത്രമേ അതൊരു ബിസിനസ് എഗ്രിമെൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് ബിസിനസ് എഗ്രിമെൻറ്റിൻ്റെ ഓവറോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രസ് റിലീസ്. അപ്പോൾ പ്രസ് റിലീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കമ്പനികളോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസോ ഇവരെന്തെങ്കിലും നേട്ടങ്ങൾ നേടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പ്രൊഡക്റ്റ് ലോഞ്ചിങ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവരെന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു പ്രസ് റിലീസ് ചെയ്യുന്നത്. അതായത് മാധ്യമങ്ങളിലൂടെ അവരുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറുകളൊക്കെ വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ അവാർഡുകൾ കിട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, അത് പ്രസ്സിലൂടെ ജനങ്ങളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രസ് റിലീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കീ ഫീച്ചേഴ്സ് ഓഫ് പ്രസ് റിലീസ്, അതായത് ഒരു പ്രസ് റിലീസിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഹെഡ്ലൈന്, അതായത് ഒരു തലക്കെട്ട് ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് ജനങ്ങൾക്കൊരു ആകർഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ്ലൈന്, അതായത് അവരെ അത് വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിക്കുള്ളൊരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം. ദെൻ രണ്ടാമത് ഡേറ്റ് ലൈൻ, അതായത് ഈ ഒരു വാർത്ത നമ്മൾ എവിടെ വെച്ചിട്ടുള്ളതാണ്, അതായത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പ്ലേസ് കൊടുക്കണം. അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ് ഈ ഒരു വാർത്ത നടന്നിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഡേറ്റും കൊടുക്കണം. അതാണ് ഡേറ്റ് ലൈന്. തേർഡ് വൺ, ലീഡ് പാരഗ്രാഫ്. ആ കൊടുക്കുന്ന പാരഗ്രാഫിൽ
ഈ ജനങ്ങളുടെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരങ്ങളും അതിലുണ്ടായിരിക്കണം. അതായത് ആരാണ്, എന്താണ്, എന്തുകൊണ്ട്, എങ്ങനെയൊക്കെ, എവിടെ വെച്ച്, എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആ ഒരു ആൻസറും ആ ഒരു പാരഗ്രാഫിൽ ഉണ്ടായിരിക്കണം. ദെൻ ബോഡി എന്ന് പറയുമ്പോൾ ആ ഒരു വാർത്തയുടെ മെയിൻ കണ്ടന്റുകൾ അത് വിശദീകരിച്ചിട്ട് അവിടെ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് കോട്ട്, അതായത് ഈ ഒരു വാർത്ത ഇവർ പറയുന്നത് ശരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതായത് ഈ വലിയ വലിയ ആളുകൾ പറഞ്ഞിട്ടുള്ള ഓരോ കോട്ടുകൾ ഈ ഒരു വാർത്തയിലോട്ട് അവർ ആഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബോയിലർ പ്ലേറ്റ്. ഈ ഒരു പത്രത്തിലോട്ട് ഈ ഒരു പാരഗ്രാഫ് നൽകുന്ന, ഇപ്പം കമ്പനിയാണ് ഈ കമ്പനി, അല്ലെങ്കിൽ ഒരു വ്യക്തി ആണെങ്കിൽ വ്യക്തി, അവരുടെ ഒരു കുറിപ്പ്, അവരെ കുറിച്ചിട്ടുള്ളൊരു കുറിപ്പ് അവിടെ എഴുതിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് പോയിന്റ് കോണ്ടാക്ട് ഇൻഫോർമേഷൻസ്. അതായത് ഈ ഒരു പ്രസ്സിലോട്ട് ഇത്രയും കാര്യങ്ങൾ അവർ കൊടുത്തു, ജനങ്ങൾക്ക് കൊടുത്തു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് ഇവരെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട്, ഇവർ ഏത് വഴിയിലൂടെ, ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ നമ്പർ, അല്ലെങ്കിൽ ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ, ഇങ്ങനെ ഏത് വഴിയിലൂടെയാണ് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക, ആ ഒരു കോണ്ടാക്ട് ഇൻഫർമേഷൻസ് ആ ഒരു പരസ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാർത്തയുടെ താഴെയായിട്ട് കൊടുക്കണം. നെക്സ്റ്റ് പ്രസ് റിലീസ് മെത്തേഡ്. അതായത് ഈ പത്രക്കുറിപ്പുകൾ അയക്കുന്ന പല പല മെത്തേഡുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമെയിൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇങ്ങനെ നമ്മുടെ ഈ ഒരു വാർത്ത പത്രങ്ങളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇമെയിൽ വഴി അവർക്ക് നമ്മുടെ ഓരോ വാർത്തകൾ അയച്ചു കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചാൽ വേറെയുള്ള വ്യക്തികളൊന്നും കാണൂല. അതായത് ഡയറക്റ്റ് ആയിട്ട് ആ പത്രത്തിൻ്റെ വ്യക്തികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ന്യൂസ് കാണുന്നുള്ളൂ. അതിനുശേഷം അവരത് കളക്ട് ചെയ്തിട്ട് ഒരു പത്രത്തിലൊരു കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നു. അതാണ് ഇമെയിൽ ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത് പ്രസ് റിലീസ് ഡിസ്ട്രിബ്യൂഷൻ സർവീസ്. അതായത് PR ന്യൂസ് വെയർ, അതായത് ഈ ഒരു തേർഡ് പാർട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതായത് PR ന്യൂസ് വെയേഴ്സിന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു വാർത്തകൾ കൈമാറിയിട്ട് അവരെന്ത് ചെയ്യുന്നു, എല്ലാ മാധ്യമങ്ങളിലും അത് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാ മാധ്യമങ്ങളിലോട്ടും അത് പെട്ടെന്ന് തന്നെ നമ്മുടെ വാർത്ത എത്തും. അതാണ് ഇതിൻ്റെ ഉപകാരം. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം, ഇങ്ങനത്തെ ഓരോ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. ഇതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ വാർത്തകൾ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്യണ വഴി എന്താ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു വാർത്തകൾ ജനങ്ങളിലോട്ട് എത്തിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ജനങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മീഡിയ പോർട്ടൽസ് ഓർ ന്യൂ റൂംസ്. ഇപ്പോൾ കമ്പനീൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കും. അതായത് ഈ പ്രസ് റൂംസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കും. അപ്പോൾ അതിലെന്ത് ചെയ്യാം, നമുക്ക് ഈ ഓരോ വാർത്തകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന വഴി എന്ത് ചെയ്യണം, ഈ ഒരു ആവശ്യമുള്ള മീഡിയക്കാർക്ക് എന്തെങ്കിലും വാർത്ത വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനീൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ അവർക്ക് ആവശ്യമുള്ള ആ വാർത്തകൾ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെത്തേഡ്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രിപ്പറേഷൻ ഓഫ് റെസ്യൂമ്. അപ്പോൾ റെസ്യൂമ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു വ്യക്തിൻ്റെ സ്കില്ല്, അച്ചീവ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോർമൽ ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് റെസ്യൂമ്. ഈ റെസ്യൂമ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക, ഒരു വ്യക്തി ഒരു ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അവിടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സ്കില്ലുകളും ആ ഒരു വർക്കിന് അദ്ദേഹം യോഗ്യനാണോ, ഒരു റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം റെസ്യൂമുകൾ ആവശ്യമായിട്ട് വരുന്നത്. ഈ റെസ്യൂം എന്ന് പറയുന്ന ഒരു ഫോർമൽ ഡോക്യുമെൻ്റ് ആണ് ഫോർ ഒരു റിക്രൂട്ട്മെൻറ്ററിന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ അവരുടെ ആ ഒരു സ്ഥാപനത്തിലോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർമൽ ഡോക്യുമെൻ്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് റെസ്യൂം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്സ് ടു റിമെമ്പർ. അതായത് ഒരു റെസ്യൂമ് മേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലതാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് ഇതിൽ ഉൾപ്പെടണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചൂസ് ദ റൈറ്റ് റെസ്യൂം ഫോർമാറ്റ്. നമ്മൾ റെസ്യൂമ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റെഡി ആകുമ്പോൾ നല്ലൊരു ഫോർമാറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഫോർമാറ്റ്. അതായത് ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരും യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്
ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിനാണ്, ഇത്തരം വർക്കേഴ്സിനാണ് ഇവിടെ കൂടുതൽ ഈ ഒരു റെസ്യൂം കൂടുതൽ യൂസ് ചെയ്യാം. രണ്ടാമത് ഫങ്ഷണൽ ഫോമാറ്റ്. ഇവിടെ നമുക്ക് ജോലികൾ എക്സ്പീരിയൻസ് നമുക്ക് അധികം ആവശ്യമില്ല, പക്ഷെ ഇവിടെ സ്കില്ലാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രഷേഴ്സിനൊക്കെ വലിയ സാധ്യതയുണ്ട്. ദെൻ കോമ്പിനേഷൻ ഫോമാറ്റ്. കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്രോണോളജിക്കലും അതുപോലെ തന്നെ ഫംഗ്ഷനും കൂടി മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു ഫോമാറ്റാണ്. ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ കഴിവുള്ള വ്യക്തികൾക്കും ഒരുപോലെ ഇത് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോമാറ്റാണ് ഏറ്റവും നല്ലതിൽ ബെസ്റ്റ് ഫോമാറ്റാണ് ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് പേഴ്സണൽ ഇൻഫോർമേഷൻ. അതായത് ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. അതായത് അദ്ദേഹത്തിൻ്റെ ഫുൾ പേര്, അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇമെയിലുകൾ, അതുപോലെ തന്നെ ആളുടെ ഫോൺ നമ്പർ, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്, അതുപോലെ ലിങ്ക്ഡിനിൻ്റെ പ്രൊഫൈല്, ഇതൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു പേഴ്സണിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടണം. നെക്സ്റ്റ് പോയിന്റ് പ്രൊഫഷണൽ സമ്മറി ഓർ ഒബ്ജക്റ്റീവ്. അതായത് ആ ഒരു വ്യക്തിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അതുപോലെ മുമ്പ് എന്തെങ്കിലും വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു 2-3 വരികളിലായിട്ട് എഴുതി വെക്കണം. അതുപോലെ തന്നെ ഇൻ കേസ് ഒരു ഫ്രഷർ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഫ്രഷറിന് ആ ഒരു ജോലിയുടെ ഓണറിന് എന്തൊക്കെ കാര്യങ്ങളോട് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കണം. നെക്സ്റ്റ് പോയിന്റ് കീ സ്കിൽസ്. അതായത് ആ ഒരു വ്യക്തിക്കുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദീകരിച്ച് എഴുതുക. ലൈക്ക് ഇപ്പോൾ ടെക്നിക്കൽ സ്കിൽസ് ആവാം, അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ് ആവാം. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കമ്പ്യൂട്ടറിനോടും സോഫ്റ്റ്വെയറിനോടും ഒക്കെ യൂസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും മറ്റുള്ളവരുമായി സംസാരിക്കാനും ഇടപഴകാനും ഇന്റർപേഴ്സണൽ ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. അതായത് അദ്ദേഹത്തിന് ഓൾറെഡി ഒരു വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര്, എത്ര മന്തോളം അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, എത്രയായിരുന്നു സാലറി, അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും നേട്ടങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ടോ, ആ ഒരു ഓർഗനൈസേഷനിൽ ഇദ്ദേഹം കാരണം എന്തെങ്കിലും നേട്ടങ്ങൾ സെയിൽസിലോ അങ്ങനെ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ നേട്ടങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് അത് അക്കത്തിൻ്റെ രൂപത്തിൽ എഴുതുക. ഒരു എക്സാമ്പിൾ 20% സെയിൽസ് വർദ്ധിപ്പിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അദ്ദേഹം ആ ഒരു കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ആ ഒരു റെസ്യൂമിൽ എഴുതണം. നെക്സ്റ്റ് പോയിന്റ് എഡ്യൂക്കേഷൻ. അതായത് ആ ഒരു വ്യക്തി പഠിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു കോഴ്സ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഹയർ ലെവലിൽ നിൽക്കുന്ന PG അല്ലേ. അപ്പം അങ്ങനെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ പഠിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ്റെ, ഇപ്പോൾ PG ആണെങ്കിൽ PG, അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, അതുപോലെ തന്നെ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ചത്, ഏത് ഇയർ ആയിരുന്നോ പഠിച്ചത്, അതുപോലെ നല്ല രീതിക്കുള്ള GPA, അതായത് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ് പോയിന്റ് സർട്ടിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതായത് അദ്ദേഹം ഏതെങ്കിലും ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും. അപ്പം കോർഡിനേഷനും ലീഡർഷിപ്പിനും അങ്ങനെ പല രീതിക്കുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലഭിച്ച ഡേറ്റുകൾ എഴുതാം. അതുപോലെ തന്നെ ഏത് കമ്പനീൻ്റെ കീഴിലാണ് ഇത്തരം സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നുള്ളതൊക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് അഡീഷണൽ സെക്ഷൻസ്. അതായത് നിങ്ങൾക്ക് ലാംഗ്വേജുകൾ ഏതൊക്കെ അറിയാമെന്നുള്ള കാര്യങ്ങൾ എഴുതാം. നമുക്ക് വോളണ്ടറി ആയിട്ട് എന്തെങ്കിലും വർക്ക് നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ പറ്റി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇടയിൽ ഉൾപ്പെടുത്താൻ പറ്റും. തന്നെ റെഫറൻസ്. ഇവിടെ റെഫറൻസ് അവൈലബിൾ അപ്പോൺ റിക്വസ്റ്റ് എന്നുള്ള ആ ഒരു ഫോമാറ്റ് എഴുതി വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എന്തൊരു റെസ്യൂം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു പോയിന്റ്സ്. നെക്സ്റ്റ് ടോപ്പിക്ക് ടിപ്സ് ഫോർ ആൻ എഫക്റ്റീവ് റെസ്യൂം. അതായത് ഒരു റെസ്യൂം എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്പുകളുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റാണ് ടൈലർ യുവർ റെസ്യൂം. അതായത് നമ്മളൊരു ജോലിക്ക് റെസ്യൂം അയക്കുന്ന സമയത്ത് ആ സെയിം റെസ്യൂം തന്നെ എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യാതെ എല്ലാ ജോലികൾക്കും അയച്ചു കൊടുക്കാതെക്കാം. ഇപ്പോൾ ഓരോ ജോലിക്കും ഓരോ റെസ്യൂം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഓരോ ജോലിക്കും ആപ്റ്റായിട്ടുള്ള ഓരോ കാര്യങ്ങളായിരിക്കണം അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓരോ റെസ്യൂമിലും ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഓരോ ജോലിക്കും ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ അതിൽ വാരി വലിച്ച് എഴുതാതെക്കുക. ഓരോ ജോലിക്കും എന്തൊക്കെ സ്കിൽസുകളാണ്, അതുപോലെ തന്നെ താൻ നേടിയെടുത്ത എന്തൊക്കെ, അത് മാത്രം ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ആ ഒരു റെസ്യൂമിൽ എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിക്രൂട്ടർക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിൽസും ഒക്കെ ഈ ഒരു ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ആളാണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് പോയിന്റ് കീപ്പ് ഇറ്റ് കൺസൈസ്. അതായത് ഒരു റെസ്യൂം എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കി ബ്രീഫ് ആക്കിയിട്ട് വേണം എഴുതാൻ. സാധാരണ ഒരു പേജിലാണ് എഴുതേണ്ടത്. കൂടുതൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ 2 പേജ് വരെ പോകാം, അതിനപ്പുറം പോവാതിരിക്കുക. കാരണം ഒരു റെസ്യൂം കൂടുതൽ വാരി വലിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് റിക്രൂട്ടർമാർക്ക് പെട്ടെന്ന് വായിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് വളരെ കൺസൈസ് ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള റെസ്യൂമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ് കീവേഡ്സ്. അതായത് ഇന്നുള്ള പല കമ്പനികളും ഈ ഒരു ATS എന്നുള്ള ഒരു ആപ്ലിക്കൻ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഓരോ റെസ്യൂമുകളും അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു കീവേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് അവർ കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഓരോ വ്യക്തികളെയും അവിടെ റിക്രൂട്ടല്ല സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് പ്രൂഫ് റീഡ്. അതായത് ആ ഒരു വ്യക്തി റെസ്യൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനത്തെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ നോക്കുക. കാരണം അത് ഒരു അൺപ്രൊഫഷണൽ ആയിട്ട് തോന്നിക്കും. അങ്ങനെ ലീഡ് ചെയ്യിപ്പിക്കാതിരിക്കുക. കാരണം നമ്മൾ റെസ്യൂം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്ക് വായിക്കാനോ കൊടുക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 4th മൊഡ്യൂൾ, നമ്മുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ 4th മൊഡ്യൂൾ ഈ ഒരു പാർട്ട് കൂടി അവസാനിച്ചുകൊള്ളും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.